കരിമ്പുലി സേന സിന്ദാബാദ്, കരിമ്പുലി സേന സിന്ദാബാദ്, കരിമ്പുലി സേന സിന്ദാബാദ്, കരിമ്പുലി സേന സിന്ദാബാദ്, സിന്ദാബാദ് സിന്ദാബാദ്, കരിമ്പുലി സിന്ദാബാദ്, കരിമ്പുലി സേന സിന്ദാബാദ്, കരിമ്പുലി സേന സിന്ദാബാദ്. ഇന്നത്തെ വാൾമാക്സ് പെയിൻറ്റ്സ് ടേക്ക് ഇറ്റ് ഈസിയിൽ നമ്മളൊരു പുതിയ സേനയെ ഇറക്കിയിരിക്കുകയാണ്. ഇവരുടെ പേര് കരിമ്പുലി സേന എന്നാണ്. എവിടെയെങ്കിലും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ പിടിച്ച് ബുദ്ധിമുട്ടിക്കലാണ് ഇവരുടെ ജോലി. എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കാണാം. സോണിയ, ഇത് അക്സ. സോണിയയും അക്സയുമാണ് അവരുടെ കൂടെ പഠിക്കുന്ന. ആർക്കാണ് സർപ്രൈസ്? നിഷൽ. അപ്പോൾ ഇത് എന്താണ്? നിങ്ങളും ആ സംഘടനയിൽ കരിമ്പുലി സേനയിലുള്ളവരാണല്ലേ? അപ്പോൾ നിഷൽ ഓൾറെഡി ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടല്ലോ അല്ലേ? നമ്മളിവിടെ എത്താൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നിഷലിനെ നമ്മൾ ഇവിടോട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നിഷൽ വരുന്ന സമയത്ത് സോണിയ അവിടെ ഒരു പാർക്കിലെ ബെഞ്ചിലിരിക്കും. അപ്പോൾ ഇന്ന് വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആയതുകൊണ്ടാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത്. തുടർന്ന് എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് കാണാം. ഒരു പ്രധാന ഉദ്ദേശം നടപ്പിലാക്കലായിരുന്നു ഇവരുടെ കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം. പക്ഷേ ഈ കരിമ്പുലി സേന എത്തിയത് മറ്റൊരു ഉദ്ദേശത്തോടെയാണ്. നമ്മൾ തെറ്റായ രീതിയിൽ ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ ഭയപ്പെട്ടാൽ മതി. ഒരു കാര്യം, ഞാൻ മാല വെച്ചിരിക്കട്ടെ. മാല ഇടണ്ടോ? ഈ പ്രണയദിനത്തിൽ നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു പ്രണയകഥ. എൻ്റെ വീട്ടിൽ എനിക്കിത് പറയാൻ പറ്റത്തില്ല. എവിടെ എത്തിയിടാ? ബ്ലോക്കാ? ശരി ശരി. ഓക്കെ. ഞാനിവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ചുള്ളനായിട്ടല്ലോ. ഇതാണ് ഞാൻ അവനോട് പറഞ്ഞില്ലേ, ഞാൻ വാങ്ങിച്ചു. എൻ്റെ മോനെ പൂരി ബുക്ക് എന്ന് പറഞ്ഞിട്ടല്ല ഞാൻ പറഞ്ഞേ. അതെ, ഒരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസ് അല്ല, സന്തോഷ വാർത്ത ഉണ്ട്. വാറ്റാൻ വിളിച്ചു, ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത HR ഇരിക്കങ്ങനെ, അടുത്ത HR വിളിക്കും. അപ്പം എടുക്കണം എന്നൊക്കെ പറഞ്ഞു. മോനെ ഇന്ന് ഞാൻ മറ്റേ ആൻറ്റീനെ കൊണ്ട് പോയില്ലേ, ഡോക്ടറെ കാണാൻ. ഞാൻ ഫ്ലാറ്റായി പോയി. എനിക്ക് തോന്നുന്നു ഞാൻ സ്വപ്നത്തിൽ കണ്ട ആളതാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഇതെന്താ സംഭവം എന്നറിയാം? ആദ്യത്തെ പേജ് എന്താണെന്നറിയാം? ഹൗ ടു ഗെറ്റ് ഫ്രം വേർ യു ആർ ടു വേർ യു വാണ്ട് ടു ബി. ഇതിനകത്ത് പറഞ്ഞെങ്കിൽ എന്തറിയാമോ, നമ്മൾ എന്ത് ചെയ്താലും 100% റെസ്പോൺസിബിലിറ്റി നമ്മുടെ ലൈഫിനെ പറ്റിയിട്ട് ഏറ്റെടുത്ത. എന്ത് ഫോൺ? ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും കാര്യത്തിന് വരുമ്പോൾ ഫോൺ വിളി. ആ വിളി ഓയ് എപ്പോഴും വിളിയിടാണല്ലോ. ആന്റി ഇപ്പൊ അങ്ങോട്ട് പോയിട്ടില്ല. അപ്പൊ നീ ഇപ്പൊ വന്ന സമയത്തായിരിക്കത്തില്ലേ ആന്റി അങ്ങോട്ട് പോയത്? സെൻട്രൽ പാർക്ക് ഇത്ര വിശാലമായിട്ട് കടന്നിട്ട് നിനക്ക് തപ്പി വരാൻ പാടില്ല. മൊത്തത്തില് ചുള്ളനുണ്ട്. 2 ഇഞ്ച് പൊക്കം കൂടി ഉണ്ടായിരുന്നെങ്കിലേ ഈ വിനയം കാണുമ്പോഴാണ് എനിക്ക് ചിരി വരുന്നത്. LIC മോനെ, അതായത് ഞാനിപ്പം ആ പ്രോഡക്റ്റിനെ പറ്റി നിനക്ക് ഞാൻ പറഞ്ഞു തരും. അപ്പത്തേനും ഇപ്പം നീ ഒരു കസ്റ്റമർ ആണെന്ന് തന്നെ വെച്ചോ, നീ ഒരു കസ്റ്റമർ, ഞാനൊരു കസ്റ്റമറിനോട് സംസാരിക്കുവാണ്. അപ്പത്തേനും അല്ലടാ, ഇപ്പം ഞാനിപ്പോൾ ഒരാളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി സംസാരിക്കുമ്പോഴത്തേനും
ഒരു കസ്റ്റമർ പോയിന്റ് ഓഫ് വ്യൂ നീ എനിക്ക് പറഞ്ഞു തരണം, അയാൾ ആ പാക്കേജ് എങ്ങനെ എടുക്കും, അതിൽ എന്ത് ഡീമറിട്ട് അയാൾക്ക് പറയാൻ പറ്റും, ഇത് നീ പറയണം. എടാ ഞാൻ പറയുന്നത് കേക്ക്, അതായത് ആ പാക്കേജിനെ പറ്റിയിട്ട് ഞാൻ നിനക്ക് പറഞ്ഞു തരും. അപ്പൊ നീ എനിക്ക് അതെന്തിനാ അത്രയും കാശ് ചെലവാക്കണേ, ആ ഒരു രീതിയിൽ നിനക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അത് നീ എനിക്ക് പറഞ്ഞു തരണം. ആ ഓക്കെ. അപ്പോൾ എന്താണ്, ഇപ്പം നമ്മളിപ്പം ഒരു 21 വർഷത്തേനാണ് ഒരു പോളിസി എടുക്കണമെന്ന് വിചാരിച്ചോ. 21 വർഷത്തേന് 20 ലാഖിൻ്റെ ആണെന്ന് വിചാരിച്ചോ. അപ്പോഴത്തേനും നിനക്കിപ്പം 26 വയസ്സുണ്ട്. അപ്പം 26 വയസ്സുള്ള ഒരാളുടെ പ്രീമിയം ഏകദേശം ഒരു 4500 വരും. ഓക്കെ, മന്ത്ലി പ്രീമിയം വരും. അപ്പോഴത്തേനും ഈ എന്താണ് എന്താ പരിപാടി? ഏതാ ഇയാളെ LIC ഇൻഷുറൻസിന്റെ ഞാനാണ് ഏജന്റ്. നിങ്ങൾ ഫേസ്ബുക്കും സോഷ്യൽ മീഡിയ ഒന്നും യൂസ് ചെയ്യാറില്ലേ? അങ്ങനെയുള്ള ആൾക്കാരല്ലേ നിങ്ങൾ? അതുകൊണ്ട് ഞങ്ങളുടെ നിന്റെയോ? ഇയാളുടെ പേരെന്താ? ചോയ്സിന് ഉത്തരം പറഞ്ഞ പേരെന്താ? സോണിയ. സോണിയ. ഇയാളുടെ പേര്? നിങ്ങളെന്താ ഇവിടെ ഇരിക്കുന്ന ഈ സമയത്ത് പാർക്കില്? ഇവിടെ എല്ലാരും ഇരിക്കണില്ല, അതേപോലെ ഞങ്ങൾ ഇവിടെ വേറെ കപ്പിൾസ് എവിടെ ഇരിക്കണോ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? എവിടെ മിക്സ്ഡ് ആയിട്ട് ഫാമിലി മിക്സ്ഡ് ആയിട്ടിരിക്കണ്ട, ഇവിടെ കപ്പിൾസ് ആയിട്ടിരിക്കണ്ട വേറെ ആരെങ്കിലും? നിങ്ങൾ സോഷ്യൽ മീഡിയാസ് ഒന്നും കാണാറില്ല. ഞങ്ങൾ ഈ ഫെബ്രുവരി മാസത്തിൽ ഇതേപോലെ കപ്പിൾസുകൾ ഏത് പാർക്ക് പോലുള്ള സ്ഥലങ്ങളിൽ ഇരിക്കരുത് എന്നുള്ള ഞങ്ങളുടെ ഫേസ്ബുക്ക് വഴിയും വാട്സാപ്പ് വഴിയും ഒക്കെ ഞങ്ങൾ മെസ്സേജ് കൊടുത്തിട്ടുള്ളതാണ്. നിങ്ങളാണ് ഇന്ത്യ ഗവൺമെന്റോ? ഇന്ത്യ ഗവൺമെന്റ് ആണ്. ഞങ്ങളുടെ സംഘടനകള് ഞങ്ങളുടെ സംഘടന പറയണത് രീതിയിൽ ഞങ്ങൾ അതിൻ്റെതായ രീതിയിൽ ചെയ്യുന്നു. അപ്പോൾ അതിന് സഹകരിക്കണം ഞാൻ രണ്ടുപേർക്കും നല്ലത്. അത് കുഴപ്പമില്ല, ഞാൻ ഞങ്ങൾ കപ്പിൾസ് ആയിട്ട് സംസാരിക്കും. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ നേരത്ത് ഞാൻ വേണ്ട, അതുകൊണ്ട് ഞങ്ങൾ എവിടെ പഠിച്ചത്? എവിടെ പറഞ്ഞോട്ടെ, ഞങ്ങളെ പ്ലക്കാർഡ്സ് ഉണ്ടല്ലേ? ഞങ്ങളെ പ്ലക്കാർഡ്സ് ഉണ്ടല്ലേ? പോട്ടെ ഒരു സെക്കൻഡ്. സംസാരിച്ചൂടെ? ഇങ്ങനെയുള്ള പാർക്കുകൾ പോലുള്ള സ്ഥലങ്ങൾ യൂസ് ചെയ്യണത് ഞാൻ പറയട്ടെ, പറയുന്നത് കേൾക്കാതെ. ഞാൻ LIC ഏജന്റ് ആണ്. അപ്പോ എനിക്ക് ഇതിനെ പറ്റി പറഞ്ഞു കൊടുക്കാൻ ഞാനാണ് ആളെ ഇങ്ങോട്ട്. ഇതേപോലുള്ള സ്ഥലങ്ങളാണ് ചൂസ് ചെയ്യണത്. എനിക്ക് അവന്റെ വീട്ടിൽ പോകാൻ പറ്റുമോ? അതെ ഞാൻ ചോദിക്കട്ടെ, എക്സ്ക്യൂസ് മീ, ഹലോ ഫെബ്രുവരി മാസം എന്ന് പറയണത് ഈ മാസത്തിൽ ഞങ്ങൾ പല രീതിയിലുള്ള ഇതുപോലുള്ള ഞങ്ങളുടെ കൊച്ചിയിൽ ഇപ്പോൾ കുറേ സ്ഥലങ്ങളിൽ ഞങ്ങൾ ഇതേപോലെ ഞങ്ങളെ പോലുള്ള കുറേ സംഘടനകളിൽ ആൾക്കാർ പോവുകയും അവരുടെ ഇതുപോലുള്ള ആൾക്കാരെ പിടികൂട്ടിയിട്ടും ചെയ്തിട്ടുണ്ട്. സോ ഞങ്ങൾ പറയണായിട്ട് സഹകരിക്കണ രണ്ടുപേർക്കും നല്ലത്. ചേട്ടൻ വരുമ്പോഴേ ഞാൻ എന്തെങ്കിലും അപമര്യാദയായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പെരുമാറുന്ന കാര്യങ്ങൾ അതിപ്പോ ഞങ്ങൾ വന്ന് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ട് വരുന്നതല്ല. നമ്മൾ തെറ്റായ രീതിയിൽ ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ ഭയപ്പെട്ടാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമുള്ള കാര്യമില്ല. ആ രീതിയിൽ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ എല്ലാവരും ഭയപ്പെട്ട് ജീവിക്കണം. അതാണ് ഈ സമൂഹം എന്ന് പറയണത്. ഞാൻ പറയട്ടെ, നമ്മൾ തെറ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം ഭയപ്പെട്ടാൽ മതി ഒരാളെ. നിങ്ങളിപ്പോ ഞങ്ങൾ മാറുമ്പോ തെറ്റായിട്ട് വരിക ഞങ്ങൾ കണ്ടോണ്ടിരിക്കണില്ല. ചെറിയ പിള്ളേരെ പഠിക്കുന്നത് മനസ്സിലായോ? നമ്മുടെ അമ്മ പെങ്ങന്മാരെ സംരക്ഷിക്കാനൊക്കെ ഉണ്ടായിട്ട് ഞങ്ങളുടെ സംഘടന. അപ്പൊ ഇതേപോലുള്ള കാര്യങ്ങളൊന്നും ഇവിടെ അലൗഡ് അല്ല. ഞങ്ങൾ ഇവിടെ സമ്മതിക്കില്ല. ഇങ്ങനൊരു കാര്യങ്ങൾ ഇവിടെ അലൗഡ് അല്ല. ഒരു ആൺകുട്ടി പെൺകുട്ടി ഇരുന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് വേറെ തെറ്റായ രീതിയിൽ അതെടുത്ത സാധനം എന്തേ എടുത്തിട്ടുണ്ടോ? ആ ഒരു കാര്യം, ഞാൻ മാല കഴുത്തിലിക്കട്ടെ. ഇവിടെ ഞാൻ പറയട്ടെ, ഞങ്ങളെ മാലയുടെ സംസാരിക്കാൻ ഒരു കാര്യം പറയണ കേക്ക്. ഞങ്ങൾ മാത്രം വരുന്നതുകൊണ്ട് ഞങ്ങൾ കുറച്ച് പിള്ളേരെന്ന രീതിയിൽ ഇതാ ചെയ്യണ്ട. ഞങ്ങളുടെ ടീം വേറെയും വരാനുണ്ട്. അപ്പൊ ഞങ്ങൾ കൂടുതൽ ആൾക്കാരെ വിളിച്ചിട്ട് വഷളാക്കണമെന്ന് നല്ലത്. നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കണമാണ് നല്ലത്. സമാധാനത്തോട് നമ്മള് നല്ല രീതിയിൽ ഒരു കാര്യം ചെയ്തോണ്ടിരിക്കുന്നത് നല്ല രീതിയിലാണോ ഉള്ളത് ഞങ്ങള് തീരുമാനിച്ചോളാം ആ കാര്യങ്ങളൊക്കെ. അതും വേണ്ട, അങ്ങനെയുള്ള സംസാരം വേണ്ട. നേരെ പറയാണ് താൻ. ഇവിടെ നിൽക്ക് കുട്ടി, ഇവിടെ നിൽക്ക് പറയണ കേക്ക്. ഞങ്ങൾ പറയണ കേക്ക്. മാല കൊടുക്ക്, എടുക്ക് മാല എടുക്ക്. എന്താ ഇത്ര ആലോചിച്ചിരിക്കാൻ? ആ കൊടുക്ക്, മാല കൊടുക്ക്, എടുക്കെടുക്ക്, പിടിക്ക് മാല എടു. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു, ബാക്കി ഡീറ്റെയിൽ ബാക്കി കാര്യങ്ങൾ പുറമേയുള്ളവരൊന്നും വേണ്ട. ഞങ്ങളിവിടെ ഇത്ര ആൾക്കാരെ നിങ്ങളുടെ കാണില്ലേ? ഞങ്ങൾ ഇത്ര ആൾക്കാരെ ഞങ്ങളോട് സംസാരിച്ചാൽ മതി. ഞാൻ പറയണേക്ക്. എടു മാല എടു,
മാല കഴുത്തിലേക്ക് ഇടുന്നു. വെറുതെ താൻ പുറമെയുള്ള ആളുമായിട്ട് സംസാരിക്കാൻ നിൽക്കണ്ട. ഇവിടെ ഞങ്ങൾ തീരുമാനിക്കും. ഞങ്ങളുടെ നിയമങ്ങളാണ് ഇവിടെ കേട്ടാ. മാലയിട്ട് സമാധാനോ? മാലയിട്, അല്ല മാലയിട്ട് വെറുതെ മാലയിട. ഇത് കല്യാണം ചെയ്താൽ നിങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ വിളിച്ച് അറിയിക്കും ഇത് കഴിഞ്ഞിട്ട്. ചേച്ചി അധികം സംസാരിച്ച സമയങ്ങളെ വേണ്ട. അത് ഞങ്ങൾ പിന്നെ ചെയ്തോളാം. ഒരു കാര്യം നമ്മളെ സംസാരിച്ചിട്ട് സമയം കളയേണ്ട കാര്യമില്ല. ഞാൻ പറയണല്ല, സമയം കളയണ്ട, വേഗം മാലിട്ടോ. മാലയിട്. സമയമില്ല, വേഗം മാലിട്ടോ. വേറെ സംഘർഷത്തിലേക്ക് കുട്ടി മാലയിട്. ആ ചേട്ടാ, ഞങ്ങളിത് ഇവിടെ അറിയാലോ. ഒറ്റ കപ്പിൾസ് ഇവിടെ ഇരിക്കണില്ല. റിച്ചാർഡ് കണ്ടല്ലേ, ഒറ്റ കപ്പിൾസ് ഇവിടെ ഇല്ല. ഇല്ല, ഇതൊന്നും പറ്റില്ല. ഞങ്ങളുടെ സംഘടനകളുടെ ഓരോ സംഭവങ്ങൾ ഞങ്ങൾ ചെയ്യുന്നത് അതേപോലെ പറ്റുള്ളൂ. ഒരു കാര്യം ചെയ്യും, മാലയിട്. ഇയാൾ കഴുത്തിലേക്ക് ഇട്. മാല കഴുത്തിലേക്ക് കൂട്ടി. അതാണ് പറഞ്ഞത്. ഞങ്ങൾ ഇതൊക്കെ ഒരു മാസം മുമ്പ് തന്നെ ഇതൊക്കെ ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ പറയണ കേക്ക്. മാലയിട്. വാലിഡിന്റെ കാര്യങ്ങൾ കുട്ടി സംസാരിക്കണ്ട. ഇപ്പൊ പറയണ അങ്ങോട്ട് ചെയ്താൽ മതി. ഞങ്ങളുടെ ആൾക്കാർ, ഞങ്ങളുടെ സംഘടന, ഞങ്ങളുടെ നിയമങ്ങൾ. അപ്പൊ ഞങ്ങൾ പറയണ ചെയ്താൽ മതി കേട്ടല്ലോ. അധികം സംസാരം വേണ്ട. മാലയിട്. അതെ, മാലയിടണ്ടോ? സമയം കളയണ്ട, മാലിട്. ആ പറയ്. സംസാരിച്ച് കളയാം. ആ ഇവിടെ കുഴപ്പമില്ല. ചേർന്നേക്ക്, ചേർന്നേക്ക്, രണ്ടും ചേർന്നേക്ക്, 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 ചേർന്നേക്ക്. എന്താ അനുഭവിക്കണം? നിങ്ങൾക്ക് പലതും എന്താ നിങ്ങളെന്താ സംസാരിച്ചോണ്ടിരിക്കുന്നു കുട്ടി എന്റെ അടുത്ത്. എന്നിട്ട് പെട്ടെന്ന് വന്നിട്ട് കല്യാണം കഴിക്കണം, നിങ്ങൾ ആരാ, ഇത് ഏതാന്നൊക്കെ ചോദിച്ചിട്ട്. കുട്ടി നിങ്ങൾ എവിടെ നാടവിടെ എന്റെ തൃശ്ശൂരാണ് സാറേ. ആള് എറണാകുളത്ത് വന്നപ്പോ എന്റെ അടുത്ത് പറഞ്ഞു LIC കാര്യം സംസാരിക്കാനുണ്ട്, ഒന്ന് വരുമെന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുന്നു. നിങ്ങളിപ്പോ മാലയിടിച്ചോ? മാലയിടിച്ചോ? അപ്പൊ ഇത് കല്യാണം കഴിഞ്ഞില്ലേ? അപ്പൊ പിന്നല്ലാണ്ട് അതെന്താ നിങ്ങൾക്ക് എന്താ? നിങ്ങളിപ്പോ ഒരു കാര്യം ചെയ്, ഏതായാലും നിങ്ങള് സ്നേഹത്തിലുള്ള ആൾക്കാരെ അല്ലാണ്ട് ഇവിടെ വന്ന് വെറുതെ കിടന്ന് പോലീസിന്റെ അടുത്ത് വിപ്രാച്ച് കാണിക്കരുത് കേട്ടോ. ഒരു സത്യം പറയണ്ട. നീ എവിടെ കാര്യം മനസ്സിലായില്ലേ? ഇത് പുള്ളകളിയാണ് മാലകളിലൊക്കെ. നിങ്ങൾ ഇവിടെ നിങ്ങൾ എന്തായാലും ലവേഴ്സ് ആണല്ലോ. അല്ലാന്ന് ഇതെല്ലാരും പറയുന്നത് അല്ലാന്ന്. നോ. ഏതായാലും കുട്ടി ഇനി ഇത് അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാം. സ്റ്റേഷനിൽ പോകും. സ്റ്റേഷനിൽ പോയിട്ടേ ഞാൻ പറഞ്ഞത് ആ കുട്ടിയുടെ ഞങ്ങളിത് ഒരുപാട് കണ്ടിട്ടുണ്ട്. ഞങ്ങൾക്കിത് അറിയാം. ഇതിന്റെ അപ്പുറം ആംഗ്ലയും ബംഗ്ലന്ന് വരെ പറയും. അല്ല, പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്കിതൊക്കെ അറിയാം. നിങ്ങളിപ്പോ മാലയിട്ടില്ലേ? അടിക്കടിക്കുന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ കൂട്ടുന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമാക്കി കഴിഞ്ഞപ്പോ ഞാൻ ആ ചേട്ടൻ ഞങ്ങൾ ചോദിച്ചു. എന്താ പേര്? നിഷൽ. എന്താ പേര്? സോണിയ. മോളെ പേടിക്കണ്ട, ഒരു കാര്യം ചെയ്യാം. എന്തായാലും ഞാൻ നിങ്ങളുടെ പേരൻസിനെ വിളിച്ചു വരുത്താം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ്. അതൊന്നും വൃത്തിയുള്ളൂ. അല്ലെങ്കിൽ നമ്മളാരാ പേരൊന്നും അല്ല, നിങ്ങൾ സാക്ഷിയായ മതി. നിങ്ങൾ സാക്ഷിയായ മതി മിസ്റ്റർ. പേര് നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് വെറുതെ ഒരു അവിടെ ആ പേരൊക്കെ പേര് അഡ്രസ്
ഇത് ഇങ്ങനെ പാർക്ക് ഇപ്പൊ ഇത് ആ വന്നവരാരൊക്കെ നിങ്ങൾക്ക് വല്ല പിടിയുണ്ടോ? ഒരു കൊടുത്തില്ല സാർ. അത് ഞങ്ങൾ അവർ ഇവിടുത്തെ ചില സംഘടനകളിൽ സദാചാര സേന കേട്ടിട്ടുണ്ടോ? അതിൽ 1-2 പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം ചോദിച്ചു സാർ. ഒരു ആണൊരു പെൺകുട്ടി സ്ഥലത്ത് ഇരുന്നു, ആ കുട്ടിയുടെ ജോലി സംബന്ധമായ ഒരു കാര്യം പറഞ്ഞു. ഞാൻ കേട്ടോണ്ട് ഇതിങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കാൻ നേരത്ത് പെട്ടെന്ന് കുറച്ച് ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ ചുറ്റുകൂടി. അതേ ഈ ചോദിച്ചതിനും മര്യാദയ്ക്ക് സമാധാനം പറയാം. ഞാൻ ഒരു കാര്യം പറയാം. സ്റ്റേഷനിൽ വരാം, നിങ്ങളുടെ പാരൻസിനെ വിളിക്കണില്ല. എന്ത് കുട്ടി ഏതായാലും ഇത്രക്കായി പാരൻസ് വേണ്ട. നിങ്ങളുടെ റിലേറ്റീവ്സ് ആരുള്ള? ക്ലോസ് ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ തൃശ്ശൂരാണ്. ഇയാളെ വിളിച്ചോളൂ കേട്ടോ. അല്ല നിങ്ങൾ സാക്ഷി ആളൊന്നും ചെയ്തിട്ടില്ല. ഞാൻ അവര് വന്നു കഴിഞ്ഞപ്പോ ആളെ പരിചയമുണ്ടോ? ഞാൻ അവിടെ തൊട്ടപ്പുറത്ത് ആള് നോക്കിക്കായിരുന്നു. അപ്പൊ ചേട്ടാ ഞങ്ങളുടെ ചേട്ടനോട് ഉണ്ടായിരുന്നില്ല. ചേട്ടാ ഞങ്ങൾ എന്താ ചെയ്തിരുന്നത്, ഞങ്ങൾ എന്താ തെറ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പറഞ്ഞോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ ചേട്ടനടുത്ത് ചോദിച്ചു. പേരെന്ന് പറയാം? നിഷൽ. നിഷല്, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ അത് മര്യാദയ്ക്ക് അവസാനിപ്പിച്ചു തരാം. നിങ്ങൾ എന്നോട് സഹകരിക്കുക. അല്ലെങ്കിൽ മര്യാദയ്ക്ക് അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങളെ പറ്റി എനിക്ക് വെരിഫൈ ചെയ്യണം. നിങ്ങൾ സോണിയാണ് നിഷൽ എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ വിശ്വസിക്കാൻ പറ്റാ? ഐഡന്റിറ്റി കാർഡ് കാണിക്കണം. ഇത് ലൈസൻസ് ആണ്, ഡ്യൂപ്ലിക്കേറ്റ് എടുത്തത്. അതിൽ കാര്യം നിങ്ങൾ ഇവിടെ നിങ്ങൾ ഒരു കാര്യം ചെയ്യും. സ്റ്റേഷനിൽ വന്നിട്ട് ഇത് കയ്യിൽ വെച്ചു ഐഡന്റി കാർഡ് എടുത്തിട്ടില്ല. നിങ്ങളെ സ്റ്റേഷനിൽ വന്നിട്ട് നമ്മുടെ വീട് ഇവിടെ അടുത്താണോ? ഇവിടെ അടുത്താണോ? വീട്ടിലെ കുട്ടികളായിരിക്കും. ഞാൻ ഇവിടെ ഉണ്ട്, ഞാൻ ഇവിടെ കണ്ടോണ്ടിരിക്കുന്നത്. നമ്മൾ ഇത്രയും പേരുണ്ടാകുമ്പോഴേ പെട്ടെന്നൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് പറഞ്ഞാൽ എനിക്ക് ലീഗൽ ഫോർമാലിറ്റീസ് കംപ്ലൈന്റ് ലീഗലായിട്ട് സാർ എന്താണ് ഇതിലുള്ളതെന്നുള്ള കുറ്റകൃത്യം ചെയ്യുന്നു അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നോ ഒന്നുമില്ലല്ലോ സാർ. അത് ലീഗലായിട്ടുള്ള കാര്യങ്ങൾ നോക്കും, ഞങ്ങൾ നോക്കും. സോണിയ LICയുടെ കാര്യത്തിൽ സംസാരിക്കണമെന്ന് അടുത്ത് പറഞ്ഞു. ഞങ്ങളിപ്പോ ഫ്രണ്ട്സ് ആണ്. അപ്പൊ പറഞ്ഞാൽ ശരി എന്തെങ്കിലും കുഴപ്പമില്ല സംസാരിക്കാമല്ലോ എന്ന രീതിയിലാണ് ഇവിടെ വന്നത്. അപ്പൊ ആ കുട്ടി ഇവിടെ വന്ന് ഏത് LICയുടെ ഏത് സ്കീമാ ഉള്ളത്? ഏത് ജീവൻധാരയാണോ? ആന്നാ വേറെ ഏത് സ്കീമൊക്കെ? ഒരു കാര്യം ചെയ്യും. നമ്മളാരാ? ചെറുത് കല്യാണം കഴിപ്പിച്ചു. നേരത്തെ പ്രതീക്ഷിച്ചായിരുന്നു. ഈ വഴിക്ക് വരണമെന്ന് അറിയണ്ടായിരുന്നില്ല. മറ്റേ നിഷൽ മനസ്സിലായി. അപ്പനാണ് ഇത് ഞാൻ മുമ്പ് പറഞ്ഞു കേട്ടാണ്. നിങ്ങൾ പ്ലാൻ ചെയ്ത പക്ഷെ വർക്ക്ഔട്ട് പെട്ടെന്നായിരുന്നു ഇത് ശരിയായത്. നന്നായി അല്ലേ? ഇതെടുത്താലോ? അല്ല ഇന്നലെ രാത്രി കാര്യം വിളിച്ചിട്ട് എന്നെ വരുമ്പോ LICയുടെ കാര്യം ഓർമ്മിപ്പിക്കണേ. ഇൻഷുറൻസ് എടുപ്പിക്കാൻ, പോളിസി എടുപ്പിക്കാന്ന് പറഞ്ഞാണ് വിളിച്ചു വരുത്തിയത്. എന്നുവെച്ചാൽ അതിനെപ്പറ്റി ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്. അപ്പൊ ഞാൻ ഇതുപോലൊരു സംഭവം ഉണ്ട്, അതിനെപ്പറ്റി സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു. ഒന്ന് കാണാം. ഇപ്പൊ ഇങ്ങനെ ഒരു സംഘം ആളുകൾ വന്ന് റൗണ്ട് ചെയ്തപ്പോ എന്ത് തോന്നി? അല്ല ഞാനിത് എന്താ സംഭവിക്കണം എന്നുള്ളത് എത്തുമ്പോഴത്തും ഭയങ്കര ക്ഷമ കാണിച്ചു, ഒത്തിരി ക്ഷമ. ഞാൻ പേടിച്ചു, ചെറുതായിട്ടൊന്ന് പേടിച്ചു. ഞാൻ വിചാരിച്ചു ഇനി ഇവിടെ എല്ലാരും അറിയുന്ന ആൾക്കാർ ഇവിടെ NHQ അത് എന്നൊക്കെ പറഞ്ഞ ചേട്ടന്മാരെ അറിയണ ചേട്ടന്മാരാ. ഇനിയിപ്പൊ അതിന്റെ ഇടയിൽ ഇനി വേറെ സീൻ കണ്ടില്ല. ഞാൻ അവരെ വിളിച്ചു വരുത്തി ഫോട്ടോ എടുക്കാനൊന്നും സമ്മതിച്ചില്ല എന്ന് പറഞ്ഞു. ഫോട്ടോ എടുക്കാൻ സമ്മതിക്കണം എങ്ങനെ? ഇനി വേറെ ഫേസ്ബുക്കിൽ കിട്ടുക പറഞ്ഞു. ഇവര് വന്നപ്പോഴേ ഫേസ്ബുക്ക് ആയിരുന്നു. ഇതൊരു നിഷലിന്റെ കൂടെ പഠിക്കുന്നവര്. ഞങ്ങള് 3 കോഴ്സാ ഒരു കോളേജിലാണ്. എവിടെയാണ്? ചെന്നൈ. ഏത് കോളേജ്? FTDA. ഫുട്വെയർ ഡിസൈനിങ് ആൻഡ് ഡെവലപ്മെന്റ്. ഓക്കേ. അപ്പോൾ അതിന്റെ വിവിധ കോഴ്സുകൾ പഠിക്കും. ഞാൻ ഫാഷൻ ഡിസൈനിങ്, ഞാൻ റീറ്റെയിൽ. ഇത് അക്ഷയുടെ അങ്കിളാണ്. എപ്പോ അറിഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്? രാവിലെ വീട്ടിൽ വന്നപ്പോൾ ആക്ച്വലി കുറച്ച് ഫ്രണ്ട്സിനോട് ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വിഷ്ണു അവന് പിന്നെ ടൈം പെട്ടെന്ന് ആയപ്പോഴത്തേനും അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല. വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു ഇതിന്റെ കൂടാലോചനയുടെ പിന്നിൽ?
ആക്ച്വലി ഞാൻ എല്ലാം സെൻഡ് ചെയ്ത് ഇത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് റെസ്പോൺസ് വന്നതിന് ശേഷമാണ് ഇവരെ രണ്ടുപേരും ഞാൻ അറിയിച്ചത് ഇതുപോലെ ഓക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഇവനോട് ഞാൻ പറഞ്ഞു എനിക്കൊന്ന് വരണം, കാണണം, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആള് വന്നു. എന്നിട്ട് എന്തൊക്കെ കള്ളം പറഞ്ഞല്ലേ അവിടെ ഇരുന്നുണ്ട്? ആന്റിയും കൊണ്ട് ഹോസ്പിറ്റലിൽ ഇരിക്കുകയാണ്. ആന്റിനെ രാവിലെ തൊട്ട് ഞാൻ ഹോസ്പിറ്റലിൽ എന്തൊക്കെ പ്ലാനിങ് ആയിരുന്നു അറിയാമോ ഇതിന് പിന്നിൽ? എനിക്കറിയാൻ എനിവേ താങ്ക് യു. ശരി, നമ്മൾ വീണ്ടും ബന്ധപ്പെടുന്ന തിരിച്ചു കൊടുക്കാൻ വേണ്ടിട്ടല്ലേ TKTCയുടെ ഒരു ചെറിയ സമ്മാനം കൂട്ടുകാർക്ക് എല്ലാവർക്കും. അപ്പോൾ കൂടുതൽ സർപ്രൈസുകളുമായി വാൾമാക്സ് പെയിന്റ്സ് TKTCയിൽ അടുത്ത ആഴ്ച വീണ്ടും കാണാം.